Hallelujah. പ്രൈസ് ഗോഡ്. കർത്താവ് യേശുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മെല്ലാവരെയും കർത്താവ് സ്പർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ 5 മാസങ്ങൾ കഴിഞ്ഞ് 6ാമത്തെ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. 5 മാസങ്ങൾ നാം 2026 ദൈവം നമ്മളെ ഏൽപ്പിച്ച ആ ദൗത്യമാണ്, ആ തീമാണ് കിങ്ഡം ഡൊമീനിയൻ, ദൈവരാജ്യത്തിന്റെ ആധിപത്യം. സ്വർഗത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, സ്വർഗത്തിന്റെ ഭരണത്തെ, ദൈവത്തിന്റെ ഗവൺമെന്റിനെ ഭൂമിയിൽ അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന, അതിനുവേണ്ടി പരിശീലിപ്പിക്കപ്പെടുന്ന, നമ്മളെ എക്യുപ്പ് ചെയ്യുന്ന ഒരു വർഷമാണ് ഈ വർഷം. ഹല്ലേലൂയ. 5 മാസങ്ങൾ ദൈവിക ദൗത്യത്തെ പറ്റി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ പറ്റി ഒക്കെ നമ്മൾ ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ വിത്തുകൾ ഒത്തിരി വിതച്ചു. 6ാമത്തെ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്, ദൈവിക ദൂതായ ആലോചനയായി. These are the days of Pentecost. വീണ്ടും ഭൂമിയിൽ പെന്തക്കോസ്ത് വെളിപ്പെടുവാനുള്ള സീസണുകളാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയങ്ങൾക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൂത്, ഹല്ലേലൂയ, ഒരു കോൺട്രാക്ടർ പണിയുന്ന പോലെ കട്ടയിട്ട് അതിനെ പണിതെടുക്കുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പണിതെടുക്കുകയാണ്. We heard about the revival of signs and wonders and miracles. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും പരിശുദ്ധാത്മാവിന്റെ വിവിധ കൃപാവരങ്ങളെ കുറിച്ചുള്ള അതിന്റെ ഒരു ഉണർവ് ഈ കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിൽ മാത്രമല്ല, in the universal church, ആഗോള സഭയിൽ പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തികളെ ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 6ാം മാസമായപ്പോൾ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത്, നാം അനുഭവിക്കുവാൻ പോകുന്നത് ഇറ്റ്സ് the latter rain. ആത്മാവിന്റെ പിന്മഴ. The latter rain, the outpouring of the Holy Spirit. ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്ന, അതിശക്തിയോട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുന്ന, ദൈവസഭയിൽ പകരപ്പെടുന്ന, ദേശങ്ങളിൽ പകരപ്പെടുന്ന ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? ഈ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് നടക്കുകയാണ്. As we acknowledge the word of God, നമ്മളിലേക്ക് അയച്ച ദൈവത്തിന്റെ ദൂതുകളെ നാം ഒന്ന് സ്വീകരിക്കുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ, ആ ദൈവപ്രവൃത്തി നമ്മൾ ആരംഭിക്കുവാൻ ഇടയായിത്തീരും. അതിന്റെ വീര്യം നമ്മൾ അനുഭവിക്കുവാൻ ഇടവരുവാൻ ഇടയായിത്തീരും. So these are the days of the latter rain. പിന്മഴയുടെ കാലങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് 120 പേരുടെ മുകളിൽ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് 10 ദിവസം ഒരുമിച്ച് കൂടിയിരുന്ന് യേശുവിന്റെ വചനപ്രകാരം പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി അവർ ഒരുങ്ങി കാത്തിരുന്നു. 40 ദിവസം യേശു നേരിട്ട് അവരെ പഠിപ്പിച്ചു. അവരോട് പറയുക, നിങ്ങൾ എന്താ ഈ മാളിക മുറി വിട്ടുപോകരുത്, യെരുശലേം വിട്ടുപോകരുത്. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ വചനമെല്ലാം നന്നായി പഠിച്ചു, പക്ഷേ വീണ്ടും ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങൾ കേട്ട പഠിച്ച ഈ വചനത്തെ നിങ്ങളുടെ യാഥാർത്ഥ്യമാകണമെങ്കിൽ, ആ ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിലേക്കൊക്കെ നിങ്ങൾ നടക്കണമെങ്കിൽ, നിങ്ങളുടെ മേൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ വരണം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. When the Holy Spirit comes upon you, you shall receive power. And you shall be my witnesses in Jerusalem, Judea, Samaria, and even to the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആത്മശക്തി പ്രാപിക്കും. ഭയമില്ലാത്ത യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് യേശുവിനെ സാക്ഷീകരിക്കുവാൻ, പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും സമാരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ഒരു വലിയ മിഷണറി ചലനമുണ്ടാകും. അപ്പോൾ ഞാനങ്ങ് പ്രവചിച്ച് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ആഴമായി പകരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10 ദിവസങ്ങൾ അവർ അപ്പർ റൂമിലായിരുന്നു. അവർ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരുമനപ്പെട്ട് അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെന്തക്കോസ്ത് ദൈവം മുൻ നിർണയിച്ച ആ ദിവസം, on that day, നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ, അപ്പോൾ യഹൂദന്മാരുടെ ഉത്സവങ്ങളുടെ ആധാരത്തിലാണ് ദൈവം സ്തോത്രം. Our God is a prophetic God. ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പൗലോസ് പറയുക, God has called me to preach the unsearchable riches of Christ. Hallelujah. നിഴലായ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉത്സവങ്ങളെ കൊടുത്ത്, അതെല്ലാം ദൈവം ഭൗതികമായി ദൈവം കൊടുത്തതെല്ലാം ദൈവം സ്പിരിച്വലായി, what was in the natural, God is beginning to unravel in the spiritual. അപ്പോൾ പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അവർ ഒരുമിച്ച് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശ
ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അവരിരുന്നിരുന്ന വീട് മൊത്തം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും 120 പേർ കാത്തിരിക്കുകയായിരുന്നു. 120 പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആദ്യത്തെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. നാം പകർച്ചയെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. 120 പേരുടെ മേൽ ആത്മാവ് പകരപ്പെട്ടു. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അവർ ആത്മശക്തി പ്രാപിച്ചു. അവർക്ക് ഒത്തിരി അനുഭവങ്ങളും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അവർ മാളിക മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ they began to preach the gospel. അവർ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അവർ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും കമ്മ്യൂണിറ്റികളിലേക്കും റീജിയനുകളിലേക്കും രാജ്യങ്ങളിലേക്കും ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായി അവർ പോകുവാനിടയായി തീർന്നു. ഞാൻ അന്ന് പ്രവചിച്ച് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആഴമായി പകരപ്പെടുന്നതിന്റെ റിസൾട്ട് എന്താണ്? നാം അപ്പർ റൂമിന്റെ അനുഭവങ്ങളിൽ നിന്ന് hallelujah we going to go into the towns, into the cities, into the communities, into the regions, into the states, into the nations and into the global community. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ hallelujah amen. എപ്പോഴും നീ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക മാത്രമല്ല, ഓരോ സീസണുകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയായി തന്റെ ആത്മാവിനെ പകരുമ്പോൾ from the upper room, from the local, amen, ഓരോ ആത്മപകർച്ചകളുടെ മധ്യത്തിലാണ് ദൈവസഭ വളരുന്നത്, ദൈവസഭ മുന്നേറ്റം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, the month of June is a month of the mighty outpouring of God's Holy Spirit and great advancement. വലിയ മുന്നേറ്റത്തിന്റെ മാസങ്ങളായി സ്തോത്രം മുമ്പോട്ട് കിടക്കുന്ന 5 മാസങ്ങൾ നാം ദൈവത്തിന്റെ വചനം കേട്ടു. ഒരു വലിയ അഡ്വാൻസ്മെന്റിന്റെ great advancement. Hallelujah. Amen. Hallelujah. Yes, Pentecost takes you from the upper room to the local regions, states, nations and to the ends of the earth. Hallelujah. Amen. ഈ ആത്മശക്തി നാം പ്രാപിക്കുമ്പോൾ, ഈ ആത്മ മഴയിൽ നാം കുളിരുമ്പോൾ, ഈ ആത്മാഭിഷേകം നാം നമ്മുടെ മേൽ പകരുമ്പോൾ നാം ലോക്കലായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, അതുകൊണ്ടാണ് അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് ഭാരതത്തിന്റെ 10-11 സംസ്ഥാനങ്ങൾ സ്റ്റേറ്റുകളിൽ നമ്മുടെ സഭ ചർച്ച് പ്ലാന്റിങ്ങിന്റെ വർക്ക് നാം ചെയ്യുവാൻ കാരണം നാം ചെങ്ങന്നൂരിലാണ്. പക്ഷെ ചെങ്ങന്നൂരിൽ മാത്രം സഭ കൂടി പ്രാർത്ഥിച്ച് ഒതുങ്ങുകയല്ല. The outpouring, the Pentecost takes you from the local to the national and to the international. So I want to prophesy and say it's Pentecost again. എന്താണ് പെന്തക്കോസ്റ്റ്? പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു, ആത്മാവ് പകരപ്പെട്ടു. അതിനെ വ്യത്യസ്തമായ വാക്കുകൾ, that's called a revival. It's revival again. It's revival again. Pentecost again. എന്താണ് പെന്തക്കോസ്റ്റ് നാളിൽ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു എന്ന് പറയാം. പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഈ പെന്തക്കോസ്തിന്റെ ആരംഭമായിരുന്നു. It was the beginning of the Pentecost. ആത്മാവിന്റെ മുൻമഴയാണ്. That was the Pentecost. That was the early rain. Hallelujah. നാം ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്ക് ആത്മാവിന്റെ മുൻമഴയും ആത്മാവിന്റെ പിൻമഴയും, early rain of the Holy Spirit and the latter rain of the Holy Spirit. പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു? മഴ പോലെ പെയ്തിറങ്ങി. അതെ, ആത്മമാരിയായി പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ പെയ്തിറങ്ങി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. God says I will pour out my spirit on all flesh. Yes. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും. ആത്മപകർച്ച നടക്കുമ്പോൾ, ഈ ഔട്ട്പോറിംഗ് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ, ഈ ഉണർവ് സംഭവിക്കുമ്പോൾ, ഈ ആത്മമഴ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Yes. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ നോക്കി. What happens when the Holy Spirit of God is poured out? ഈ പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് എന്താണ്? എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും അവർ പ്രവചിക്കും. They become prophetic. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷനിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടം, ഒരു ഗണം സ്വന്തം എഴുന്നേൽക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും
ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ആ നാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. Yes. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയും ആവിയും തന്നെ. രക്തവും പുകയും തീയും ആവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാളു വരും മുമ്പേ സൂര്യൻ ഇരുളായും സ്തോത്രം. കർത്താവിന്റെ വലുതും പ്രസിദ്ധമാകുന്ന നാൾ വരുന്നവരെ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ അവർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. മേലെ ആകാശത്തിൽ അത്ഭുതങ്ങൾ, ഭൂമിയിൽ അടയാളങ്ങൾ, സ്തോത്രം, വലിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകും. അത് കഴിയുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവ് രണ്ടാമത് വരും. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു 40 ദിവസം ശിഷ്യന്മാരെ ഉപദേശിച്ചു കഴിഞ്ഞ് പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞ യേശു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 32, 33 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ 120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു അന്യഭാഷകൾ സംസാരിച്ച് അവരെ കാണുമ്പോൾ സാധാരണ ഗലീലക്കാരാണ് 120 പേരും. പക്ഷേ ഇവർ വിവിധ ഭാഷകളിൽ, അന്യഭാഷകളിൽ, പുതുഭാഷകൾ 10-14 രാജ്യങ്ങളിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന മനുഷ്യർ അവരുടെ ഭാഷകൾ. ഈ ഗലീലക്കാർ അവര് ഈ ഭാഷകൾ പഠിച്ചിട്ടില്ല. അറബി ഭാഷ അവർക്ക് അറിയത്തില്ല, ക്രേത്ത ഭാഷ അറിയത്തില്ല, ആഫ്രിക്കൻ ഭാഷ അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ നാവിനെ പരിശുദ്ധാത്മാവ് തൊട്ടു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ഗലീലക്കാർ ഇതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഭാഷയിൽ ഇതെന്തൊരു അത്ഭുതം, ഇതെന്തൊരു അതിശയം, ഇത് വിസ്മയിപ്പിക്കുന്ന കാര്യമാണ്. ഇവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല, പക്ഷെ ഇവർ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. അടുത്ത വാക്യം. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു. Others smoking said, these men are full of new wine. അടുത്ത വാക്യം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും ആയുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ, രാവിലെ 9 മണി നേരമായിട്ടേ ഉള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. നിങ്ങൾ കാണുന്ന ഈ ആത്മപകർച്ച, ഈ ആത്മാഭിഷേകം, ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ജനം അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ഇവർ ലഹരി പിടിച്ച് പുതുവീഞ്ഞ് കുടിച്ച് ഇതിന്റെ എഫക്റ്റ് അല്ല. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. 600ഓളം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകനായ യോയേൽ പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ ആരംഭമാണ്. But this is that. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആത്മാഭിഷേകം സംഭവിച്ചപ്പോൾ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിനാൽ ജനം നിറഞ്ഞ അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനവും വെളിപ്പാടും കൊടുത്തു പറയുകയാണ്, യോയേൽ പ്രവാചകൻ 600 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതിന്റെ നിവൃത്തിയാണ്. This is that which was spoken by the prophet Joel. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്ത് സംഭവിച്ചു? യോയേലിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ ഒരു ആരംഭമുണ്ടായി. It was the beginning of Pentecost. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് മാളികമുറിയിൽ ഒരു പ്രാവശ്യം പെന്തക്കോസ്ത് സംഭവിച്ചു എന്ന് മാത്രമല്ല, കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്ന് നാം പറയുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി, അതെല്ലാം
വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്കെല്ലാം എന്നും പെന്തക്കോസ്താണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് നമുക്ക് എല്ലാവർക്കും സ്തോത്രം വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. സോ ഇറ്റ്സ് പെന്റെക്കോസ്റ്റ് എവറി ഡേ. നമുക്ക് എല്ലാ ദിവസവും ഈസ്റ്റർ ആണെന്ന് പറയുന്ന പോലെ ഇറ്റ്സ് പെന്റെക്കോസ്റ്റ് എവറി ഡേ. ആത്മനിറവ്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അത് നാണയത്തിന്റെ ഒരു വശമാണ്. നാണയത്തിന്റെ രണ്ടാമത്തെ വശമാണ് ഹല്ലേലൂയ, മാളിക മുറിയിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് ആത്മമഴ പോലെ പകരപ്പെട്ടതുപോലെ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം ആത്മമഴയുടെ ആദ്യത്തെ മുൻമഴയായിരുന്നു എങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പകരപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ സ്തോത്രം 2017 2021 നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു. അത് വലിയ ഒരു ആത്മപകർച്ചയായിരുന്നു. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. സകലത്തെയും ദൈവം യഥാസ്ഥാനപ്പെടുത്തി ആദിമ സഭയുടെ അനുഭവം പോലെ അപ്പോസ്തോലിക ക്രിസ്ത്യാനിത്വം വീണ്ടും ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന പോലെ, മഹത്വരമായ ഒരു ഗ്ലോറിയസ് ചർച്ച് വെളിപ്പെടുന്ന പോലെ ഈ ആത്മപകർച്ച വീണ്ടും 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 നടന്നുകൊണ്ടിരിക്കും. Hallelujah. God will pour his spirit again and again and again. ഭാരതം പോലെ ഈ മഹാരാജ്യം മാറണമെങ്കിൽ അതെങ്ങനെ സംഭവിക്കും? ഒരു അതാണ് ഉണർവ്. That's why we pray for revival. That's why we pray for the outpouring of the Holy Spirit. അത് മനുഷ്യന്റെ ഫെയ്ത്തിന്റെ ഡൈമെൻഷനേക്കാൾ അപ്പുറമായി, അത് മനുഷ്യന്റെ അഭിഷേകത്തിന്റെ ഡൈമെൻഷനേക്കാൾ അപ്പുറമായി. That's the dimension of God's glory. അത് മഹത്വത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഒരു തലമാണ്. That's why we call it revival. അതുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുക, പ്രിയപ്പെട്ടവരെ, we are in the times and seasons of the mighty outpouring of the Holy Spirit. Amen. Amen. Hallelujah. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ നമ്മുടെ മധ്യത്തിൽ നടക്കുവാൻ വീണ്ടും അചലനം ആരംഭിക്കുന്നത് പോലെ പാസ്റ്റർ ആത്മാവിൽ തിരിച്ചറിയുന്നു. Amen. So get ready, people of God, for the outpouring of the Holy Spirit. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കാം. ക്രൂശിൽ കർത്താവ് തികച്ചെടുത്ത the finished work of the cross. എങ്ങനെയാണ് പെന്തക്കോസ്ത് വീണ്ടും ഭൂമിയിൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവം വീണ്ടും പകരുവാൻ കാരണം? Why Pentecost again? How can Pentecost, how can revival happen again? നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണോ? നമ്മുടെ ഉപവാസങ്ങൾ കൊണ്ട് മാത്രമല്ല. No. ആദ്യത്തെ പെന്തക്കോസ്റ്റ് സംഭവിക്കുവാൻ കാരണം, അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം സംഭവിക്കുവാൻ കാരണം, അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ സ്തോത്രം യേശു വിളിച്ചു പറയുക, അപ്പാ ഞാൻ സകലതും നിവൃത്തിയാക്കി. ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കുവാൻ ആവശ്യമുള്ള സകലത്തെയും ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിവൃത്തിയാക്കി. Pastor, how can you be confident that we will have a revival? The confidence is John 19:30. Hallelujah. എൻ്റെ ഭാരതം ഒരു ഉണർവ് അനുഭവിക്കും. എൻ്റെ ഭാരതം ദൈവരാജ്യത്താൽ പിടിക്കപ്പെടും. എൻ്റെ ഭാരതം യേശുവിനെ അറിയുമെന്ന് ഉറപ്പിന്റെ കാരണം എന്താ? കാൽവരി ക്രൂശിൽ യേശു സകലത്തെയും നിവർത്തിച്ച് പൂർത്തീകരിച്ച് ആ യാഗമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. I mean, revivals don't happen by accident. ഈ ആത്മപകർച്ച യാദർശികമായി സംഭവിക്കുകയില്ല. ചില സമയത്തൊക്കെ ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം അങ്ങ് പകരുമെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ ഹൃദയമാണ് നാം ദൈവത്തിന്റെ കാലങ്ങളെയും സീസണുകളെയും തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളെ തിരിച്ചറിഞ്ഞ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഇതാണ്. This is that. Amen. സകല ജഡത്തിന്മേലുമാണ് ആത്മാവ് പകരുന്നത്. പത്രോസ് കാത്തിരുന്നില്ല. സകല ജഡത്തിന്മേലും ആത്മാവ് പകരുവാനൊന്നും പത്രോസ് കാത്തിരുന്നില്ല. കാത്തിരുന്ന 120 പേരുടെ മേലാണ് പരിശുദ്ധാത്മാവ് പകരപ്പെട്ടത്. Can you see that? Joel says that I will pour out my spirit on all flesh. 120 പേരുടെ മേല് ഇതൊന്നും ഒരു ഉണർവല്ല. No. That was the first installment of the Holy Ghost from heaven. Amen. 120 പേരുടെ മേൽ വേണ്ടപ്പോൾ തന്നെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആശയക്കുഴപ്പമൊന്നും വേണ്ട, പ്രവാചകൻ മുമ്പ് പ്രവചിച്ചിരിക്കുന്നതിന്റെ നിവൃത്തിയാണത്. പിന്നെ അത് 120-ൽ അത് ലിമിറ്റഡ് ആയില്ല. പിന്നെന്ത് ചെയ്തു? അത് 3000 പേരുടെ പുറത്തോട്ട് പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. പിന്നെ അത് 5000-ആയി, പിന്നെ അത് 10000-ആയി, പിന്നെ അത് യെരുശലേമിൽ ഒതുങ്ങി നിന്നില്ല. അത് യഹൂദിയെ, പിന്നെ അത് സമാരിയെ ടച്ച് ചെയ്യുന്നു. ഇന്ന് സ്തോത്രം കണക്ക് പറയുന്നത് ബില്യൺസ് ഓഫ് ആൾക്കാർ ഈ അനുഭവത്തിലേക്ക് സ്തോത്രം വരുവാൻ ദൈവം ഇടയാക്കി തീർന്നു. ആത്മാവിന്റെ മഴയ്ക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് ഈ മാളിക മുറിയിൽ സംഭവിച്ചത് സ്തോത്രം, ഇത് ചുമ്മാതെ പിച്ചും പെയ്യും പറയുകയല്ല, ചുമ്മാതെ വേണ്ടാത്തത് പറയുകയല്ല, ഇത് പ്രവചനത്തിൽ നിവർത്തിയാണ്. This is God's way to restore everything. This is God's solution, answer and way to kingdom dominion on earth. ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഇത് ദൈവത്തിന്റെ വഴിയാണ്, ഇത് ദൈവത്തിന്റെ സൊല്യൂഷനാണ്, ഇത് ദൈവത്തിന്റെ ഉത്തരമാണ്. ഇങ്ങനെയാണ് ഭൂമിയിൽ സ്വർഗം വെളിപ്പെടുന്നത്.
പറയുന്നത്. ഇങ്ങനെയാണ് മഹത്വം. സ്തോത്രം, ഹല്ലേലൂയ. ഹെബ്രിഡീസ് ദ്വീപിൽ സ്തോത്രം, ഞങ്ങളുടെ പാസ്റ്റർ ഉണർവുകളെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഉണർവ് പ്രാസംഗികനായി സ്തോത്രം, ഹല്ലേലൂയ, അനേക സ്ഥലങ്ങളിൽ പോയി ഉണർവുകളെ പഠിപ്പിക്കുവാനും ജനത്തെ ഉണർവിലേക്ക് നയിക്കുവാനും ഒക്കെ സ്തോത്രം കൃപയാൽ കർത്താവ് സഹായിച്ചു. ആമേൻ, ഹല്ലേലൂയ. റിവൈവൽസ് ഡോണ്ട് ഹാപ്പൻ ബൈ ആക്സിഡന്റ്. ചാൾസ് ഫിന്നി ഏറ്റവും വലിയ ഉണർവ് അനുഭവിച്ച ഈ മനുഷ്യൻ, അഡ്വക്കേറ്റ് ആയിരുന്ന, ലോയർ ആയിരുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഇഫ് ദ റൈറ്റ് കണ്ടീഷൻസ് ആർ മെറ്റ്, നമ്മുടെ ആ കണ്ടീഷനുകളെല്ലാം നാം സ്തോത്രം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെല്ലാം നല്ല രീതിയിൽ നാം അതിനെ പാലിച്ചാൽ you can have a revival. Revival is not so ദൈവം ചിന്തിക്കുമ്പോൾ, ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ മാത്രം. ചാൾസ് ഫിന്നി അതിന്റെ മറുവശം കണ്ടതുകൊണ്ടും താൻ അനുഭവിച്ചതുകൊണ്ടും താൻ പറയുകയാണ്, if people make the conditions for revival, then revival will come. ഇതെല്ലാം ആത്മീയ സത്യങ്ങളും ആത്മീയ നിഴലുകളുമാണ്. മനുഷ്യന്റെ ബലത്താലും മനുഷ്യന്റെ ശക്തിയാലുമുള്ള ഒരു പ്രവൃത്തിയായിട്ടല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യും. There will be rain from heaven. Yes. നിങ്ങൾ കൈവശം ആക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. Yes. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കും. 13ാമത്തെ വാക്യം. Yes. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട്, പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും നിങ്ങൾ സേവിക്കുകയും ചെയ്താൽ, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ, നിങ്ങൾ അനുസരിച്ചാൽ, ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും. Then I will give you the rain of your land in its due season, the first rain, the early rain and the latter rain, that thou mayest gather in thy corn, thy wine and thine oil. ദേശത്ത് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, നിങ്ങൾക്ക് ധാന്യം ഉണ്ടാകുവാൻ, വീഞ്ഞുണ്ടാകുവാൻ, എണ്ണ ഉണ്ടാകുവാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഞാൻ മുൻമഴയും പിൻമഴയും പെയ്ക്കും. ഹല്ലേലൂയ. അപ്പോൾ കൃഷിക്ക് ആവശ്യമുള്ള, വിതയ്ക്കും കൊയ്ത്തിനും ആവശ്യമുള്ള സകലത്തെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് പെയ്ച്ചു തരും. അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സ്നേഹിക്കണം, എന്റെ കൽപ്പനകൾ പ്രമാണിക്കണം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ സ്വർഗം തുറന്ന് ഞാൻ നിങ്ങൾക്ക് തക്ക സീസണിൽ, തക്ക സമയത്ത് ഞാൻ എന്ത് ചെയ്യും? മഴ തരും. ഹല്ലേലൂയ. The early rain and the latter rain. മുൻമഴയും പിൻമഴയും. അപ്പോൾ അതാണ് സിസ്റ്റം. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. നല്ല കൊയ്ത്ത് വേണമെങ്കിൽ എന്ത് വേണം? ഈ മുൻമഴ വേണം, പിൻമഴയും വേണം. മുൻമഴ എന്തിനാണ് കാണിക്കുന്നത്? മുൻമഴ, the early rain, which also called as the autumn rain, ഒക്ടോബർ മാസത്തിൽ പെയ്തു തുടങ്ങും. അത് വിതയ്ക്കുന്ന സമയത്ത് നിലത്തെ ഒരുക്കുവാൻ അവിടെയുള്ള കൃഷിക്കാർക്ക്, കർഷകർക്ക് എന്ത് വേണം? നിലം നല്ല രീതിയിൽ ഒഴുകുവാൻ എന്ത് വേണം? മഴ വേണം. മഴ ഉണ്ടെങ്കിൽ നിലം ഒഴുകത്തുള്ളൂ. നിലം ഒഴുകിയാലേ വിത്ത് അങ്ങോട്ട് നല്ല രീതിയിൽ വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. വിത്ത് നല്ല രീതിയിൽ വിതച്ച് ആ മഴ വീണാലേ വിത്ത് കിളിർക്കുവാൻ കഴിയുകയുള്ളൂ. So it prepares the ground for the seed during the sowing season, and the early rain commences from October and increases in intensity like December. ഇതെല്ലാം നെല്ലുകളാണ്. ദൈവം ആത്മീയമായിട്ടുള്ള സത്യങ്ങളെയും പ്രമാണങ്ങളെയും ഭൗതികമായ കാര്യങ്ങൾ ദൈവം ഒളിച്ചു വെക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ മാസം ആരംഭിക്കുമ്പോൾ കൃഷിക്ക് വേണ്ടി നിലങ്ങളെ ഒഴുക്കണം. അവിടെ വിത്ത് വിതയ്ക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്യും? മഴ കൊടുക്കുമ്പോൾ ഈ വിത്തിന് കിളിക്കുവാനുള്ള അന്തരീക്ഷം ഉണ്ടാകും, സാഹചര്യങ്ങൾ ഉണ്ടാകും. വിത്ത് നല്ല രീതിയിൽ കിളിക്കും. ഒക്ടോബർ മാസത്തിൽ മഴ ഒരു പ്രാവശ്യമല്ല, മഴ പെയ്ത് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ സ്വന്തം അതിശക്തിയോടെ പെയ്യും. ഡിസംബർ മാസം വരെ നല്ല മഴ കിട്ടും. നല്ല മഴ കിട്ടിയാൽ എന്ത് വരും? നമ്മൾ വിതയ്ക്കുന്നത് ഭയങ്കര ഫലപ്രദമായി തീരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു നീണ്ട സീസണാണ്. പിന്നെ കാര്യമായിട്ടുള്ള മഴയില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴകളുണ്ട്. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ പിൻമഴയുടെ ഒരു സീസൺ, the latter rain or the later rain, the spring rain എന്ന് പറയുന്ന അത് ഏപ്രിൽ മാസമാകുമ്പോൾ വീണ്ടും ഡിസംബറിൽ ആ നിന്ന മഴ പൂർണ്ണമായി നിൽക്കുന്നില്ല. പക്ഷേ ഇതുപോലെ ശക്തിയോടെ പെയ്ത മുൻമഴ എന്ത് ചെയ്യും? ഒരു സീസണിന് വേണ്ടി അങ്ങ് നിൽക്കും. 4 മാസങ്ങൾ പിന്നെ ഹെവി മഴയില്ല. പിന്നെ 4 മാസം കഴിയുമ്പോൾ ഏപ്രിൽ മാസം തുടങ്ങുമ്പോഴത്തേക്ക് പതുക്കെ പിന്നെ എന്ത് ചെയ്യും? ആ പിൻമഴ പെയ്യുവാൻ ആരംഭിക്കും. അതൊരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായി it becomes heavy rain, ഭയങ്കര ശക്തമായ മഴ. എന്തിനാണത്? നാം വിതച്ച വിത്ത് അതൊരു നല്ല കൊയ്ത്തിന് വേണ്ടി, for a good harvest and for a great harvest. Praise God. അപ്പോൾ പിൻമഴ എന്ന് പറയാം. പിൻമഴ കരമുയർത്തി നമുക്ക് പറയാം. പിൻമഴ. അപ്പോൾ ഈ പിൻമഴ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും. പതുക്കെ ആരംഭിക്കും. അപ്പോൾ കർഷകർക്ക് മനസ്സിലാകും പിൻമഴ പെയ്തു തുടങ്ങി. 1-2 ദിവസമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിശക്തിയോടെ ഈ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ആ ധാന്യം, that grain, that crop begins to mature. അതിനെ മെച്ചുർ ആക്കുവാൻ
അതിനെ പുഷ്ടിയുള്ളതാക്കുവാൻ, അതിനെ മേന്മേറിയതാക്കുവാൻ, അത് ഏറ്റവും നല്ലതാക്കുവാൻ വീണ്ടും മഴ പെയ്തിറങ്ങുകയാണ്. There will be heavy downpours. ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? അതിന്റെ പ്രവൃത്തി ചെയ്തെടുത്തു, പിന്നെ പിൻമഴ പതുക്കെ പതുക്കെ അവസാനിക്കും, പിന്നെ പതുക്കെ പതുക്കെ മഴ. ജൂണിൽ കഴിഞ്ഞു, പിന്നെയും ചെറിയ മഴകൾ ഉണ്ടാവും, പിന്നെ ഒക്ടോബർ അടുത്ത സൈക്കിളും അടുത്ത സീസണും. Amen. ഇത് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയുകയാണ്, we are in an appointed season. ദൈവത്തിന്റെ ഒരു കൈറോസ് സീസണിലാണ് നാം. ദൈവത്തിന്റെ പിൻമഴ പെയ്യുന്ന സീസണിലാണ്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്, കഴിഞ്ഞ 5 മാസം നാം പ്രവചിച്ചതും പഠിപ്പിച്ചതും ഉപദേശിച്ചതും ഈ വിത്ത് വിതച്ചതിനെ അതിന്റെ മാനിഫെസ്റ്റേഷനിലേക്കും അതിന്റെ കൊയ്ത്തിലേക്കും കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മമഴയെ ദൈവം പെയ്യുകയാണ്. God is pouring out his latter rain to bring a fruitfulness and manifestation of the seed of the vision of the word of the assignment. Hallelujah. അപ്പോൾ ദൈവത്തിന്റെ മുൻമഴയും ദൈവത്തിന്റെ പിൻമഴയും അത് കൃഷിയോടുള്ള ബന്ധത്തിൽ, അത് ഭൗതികമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇസ്രായേൽ മക്കൾ മർദ്ദലിക്കുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവത്തെ വിട്ട് ബാൽ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവം ഒരു പ്രവാചകനെ അയച്ച പിന്നെന്താ? അവിടെ ക്ഷാമവും വരൾച്ചയും വിഷയങ്ങളുമാണ്. ഈ കിട്ടേണ്ട മഴ കിട്ടാതെ എന്താ? ജനം ശോഷിച്ചു പോകും, അവിടുത്തെ നിലങ്ങൾ ക്ഷാമത്തിലായി പോകും, ശൂന്യത വെളിപ്പെടും. പക്ഷെ അതെല്ലാം നിഴലാണ്. ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. The book of Hosea chapter 6 and verse 3. Let us pursue the knowledge of the Lord. His going forth is established as the morning. He will come to us like the rain, like the latter and the former rain to the earth. God will come down as early and latter rain. ഹോശേയ 6:3 ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നത്, He will come to us as the heavy rain, as the latter rain that waters the earth. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭൂമിയോട് കൃഷിയോടുള്ള ബന്ധത്തിൽ മുൻമഴയും പിൻമഴയും ഒക്കെ ദൈവം നൽകിയത് അതെല്ലാം നിഴലുകളായിരുന്നു. ദൈവം തന്റെ ജനത്തിന്റെ മേൽ പകരുവാൻ പോകുന്ന ആത്മാവിന്റെ ഒരു നിഴല്. It was a shadow of the outpouring of the Holy Spirit. ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിൻമഴ പോലെ തന്നെ. അവൻ ഭൂമിയെ നനയ്ക്കുന്ന പിൻമഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ദൈവം എങ്ങനെയാ വരുന്നത്? പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വരും, പരിശുദ്ധാത്മാവ് തീയായി വരും, പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റായി വരും, പരിശുദ്ധാത്മാവ് മഞ്ഞും എണ്ണയായി വരും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ആത്മ പകർച്ചയോടുള്ള ബന്ധത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെയാ വരുന്നത്? ദൈവം എങ്ങനെയാ വരുന്നത്? ദൈവം മഴ പോലെ വരും. ഹല്ലേലൂയ. മുൻമഴ പോലും പിൻമഴ പോലും നിലത്തെ സജീവമാക്കുവാൻ, അതിനെ സജ്ജമാക്കുവാൻ, നല്ല വിളവും കൊയ്ത്ത് നൽകുവാൻ, അതിനെ അലങ്കരിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ദൈവം എങ്ങനെ വരും? God will come like a rain. Hallelujah. എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായം 26-ാം വാക്യം, He will send in a season showers of blessings. Hallelujah. God will come and send His Spirit as showers of blessing. ആ വാക്യം കൂടെ നമുക്ക് എടുത്ത് വായിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായം 26-ാം വാക്യം. ആരെങ്കിലും യോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന് 23-ഉം 24-ഉം വാക്യം. ഞാൻ അവയെയും എന്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും, ഞാൻ അവയെയും കുന്നിന് ചുറ്റുമുള്ള ജനത്തെയും ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ അനുഗ്രഹം, ഈ മഴ വന്നാൽ എന്ത് സംഭവിക്കും? അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും. അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. ഓ ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി പറയാം. ഹല്ലേലൂയ. സ്തോത്രം. I will send a showers of blessing. Hallelujah. Showers മാത്രമല്ല, heavy downpours. അപ്പോൾ ഇത് വെറും മഴയല്ല, this is spiritual rain. Amen. പരിശുദ്ധാത്മാവിനെ അതിശക്തിയോടെ ദൈവം തന്റെ ജനത്തിന് മേൽ പകരുന്നതിനെ കുറിച്ചാണ് പ്രവാചകന്മാർ സ്തോത്രം ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. മനുഷ്യർക്ക് മനസ്സിലാകണ്ടേ എങ്ങനെയാണ് ദൈവം വരുന്നത്, പരിശുദ്ധാത്മാവ് വരുന്നത്? അതെ, നിങ്ങളുടെ കൃഷിക്ക് വേണ്ടി നല്ല മഴ തന്ന് മുൻമഴയും പിൻമഴയായി വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വന്ന് എന്ത് ചെയ്യും? നിങ്ങളെ അഭിഷേകം ചെയ്യും, നിങ്ങളെ ഒരുക്കിയെടുക്കും, നിങ്ങളെ അലങ്കരിക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തും. പിന്നെ ഈ പരിശുദ്ധാത്മാവ് വന്നാൽ സാധാരണ മീൻപിടുത്തക്കാരായ പത്രോസ് ഒളിഞ്ഞിരുന്ന വെളിപ്പാട് ജ്ഞാനവും ഇല്ലാത്തവർ ആത്മശക്തിയാൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആമേൻ. ഒരു വ്യക്തിയുടെ മേൽ അഭിഷേകം ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയും? ആ വ്യക്തിക്ക് ഭയമില്ല. വേണ്ടിയ രീതിയിൽ പരിശുദ്ധാത്മാ അഭിഷേകം ആ വ്യക്തിയിൽ വ്യാപരിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കും? വെളിപ്പെടും. പിന്നെ ഭയമാ, എല്ലാം ഭയമാ, ഒളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മ വന്നപ്പോൾ പിന്നെ അവർ ഭയത്തെ വെല്ലുകയാണ്, അവർ നരകത്തെ വെല്ലുകയാണ്, അവർ പൈശാചിക ആധിപത്യങ്ങളെ വെല്ലുകയാണ്. They are not afraid of anything. അവർക്ക് ജയിൽ വിഷയമല്ല, മരണം വിഷയമല്ല, അവിടെയുള്ള അധികാരികൾ വിഷയമല്ല. അവരുടെ വായ അടക്കി താക്കീത് നൽകിയപ്പോൾ അവർ വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവേ വീണ്ടും ആത്മാവിനെ പകരണമേ, വീണ്ടും അങ്ങയുടെ കരം, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ പ്രവൃത്തികളും. ഈ ആത്മാവിന്റെ മഴ നമ്മൾ എന്ത് ചെയ്തു തീർക്കും? We become unstoppable. ഈ ആത്മാവിന്റെ മഴയിൽ നീ ഒന്ന് കുതിർന്നാൽ
നീ ഒന്ന് കുതിർന്ന് നനഞ്ഞാൽ, ആത്മാഭിഷേകത്തിന്റെ ആഴത്തിൽ നാം ഒന്ന് ആയി തീർന്നാൽ, we become unstoppable. Hallelujah. പിന്നെ പിശാച് നമ്മളെ ഭയപ്പെടും, പിന്നെ മന്ത്രവാദികൾ ഭയപ്പെടും, പിന്നെ ആ വിചാരം ചെയ്യുന്നവർ നമ്മെ ഭയപ്പെടും. ദേശങ്ങളുടെ ഉണർവിന് വേണ്ടി ഭാരതത്തെ തിരിച്ചുമറിക്കുവാൻ ഇതാ ഭൂമിയെ തിരിച്ചുമറിക്കുന്നവർ. Here comes those who turned the world upside down. അത് വാക്ചാതുര്യം ആയിരുന്നില്ല, അത് വചനത്തിന്റെ കുറെ ബൈബിൾ നോളജ് ആയിരുന്നില്ല, അത് ആത്മാഭിഷേകത്തിന്റെ വചനവും ദൈവവചനവും ആത്മാവും. ഓ ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് വരാം. യെസ്. സിയോൻ മക്കളെ, സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങൾ ഘോഷിച്ചുല്ലസിക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ നൽകുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്താ മുൻമഴയും പിന്മഴയും പെയ്ച്ചു തരും. ഇംഗ്ലീഷിൽ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Be glad then you children of Zion and rejoice in the Lord your God, for he has given you the former rain faithfully, and he will cause the rain to come down for you, the former rain and the latter rain in the first month. 24-ാമത്തെ വാക്യം. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. The threshing floors shall be full of wheat. ചക്കുകൾ വീഞ്ഞും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. യോയേൽ എന്ന് പറഞ്ഞ ആ യോവേലിന്റെ അർത്ഥം എന്താണ്? യഹോവയാണ് ദൈവം. ആ യഹോവയാണ് ദൈവം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം തുടർന്ന് വായിക്കാം. ഈ പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നോക്കിയ ദൈവം വാഗ്ദത്തവും പ്രവചനവും ഒക്കെ നൽകുകയാണ്. അത് 2-ലാണ്. പക്ഷെ 1-ാം അധ്യായത്തിൽ അവിടുത്തെ അവസ്ഥകൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. യെസ്. ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും, നിങ്ങൾ നിങ്ങളുടെ മക്കളോടും, നിങ്ങളുടെ മക്കളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും, അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. പ്രവാചകൻ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ നടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നിങ്ങൾ മാത്രം അങ്ങ് നിങ്ങളിൽ ഒതുക്കരുത്, അത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്ക് നിങ്ങൾ കൈമാറണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. അപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ എന്താണ്? അവരുടെ കൃഷി, അവരുടെ വീഞ്ഞ്, അവരുടെ എണ്ണ, അവരുടെ ആടുമാടുകൾ ഭയങ്കര ദുരിതമാണ് അനുഭവിക്കുന്നത്. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വെട്ടിൽ തിന്നു. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് കരവിൻ. നിങ്ങൾ കരയുവിൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം യോവേൽ പ്രവാചകന്റെ പുസ്തകം 1, 2, 3 ഒക്കെ വായിക്കണം. ഹല്ലേലൂയ. ഹോംവർക്കാണ്. കര ഒന്ന് ഉയർത്തി എല്ലാവരും ഈ പ്രവചനം ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ക്ഷാമമാണ്, ദാരിദ്ര്യമാണ്, എല്ലാം സ്തോത്രം അവിടെ ശൂന്യമായി കിടക്കുകയാണ്. It's desolation, it's misery, it's famine, it's lack. ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. തക്ക സമയത്ത് മഴ തരുമെന്ന് പറയും, മഴ പെയ്യുന്നില്ല. ജനം മറുതലിച്ച് ദൈവത്തിന്റെ വചനം വിട്ടും കിലോമീറ്ററുകൾ ദൂരെയാണ്. വാഗ്ദത്തമുണ്ട്, വചനമുണ്ട്, ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന ലേബലും ഉണ്ട്. പക്ഷേ അനുഭവം എന്താണ്? ശൂന്യതയാണ്, വരൾച്ചയാണ്, ഇല്ലായ്മയാണ്, തകർച്ചയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വരികയാണ്. ജോയൽ എൻട്രി മേക്ക് ചെയ്യാണ്. യഹോവ ഈസ് ഗോഡ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം തന്നെ ആദ്യത്തെ വാക്കുകൾ എങ്ങനെയാണ് ഈ മുൻമഴയും പിന്മഴയും പെയ്ത് തുടങ്ങുന്നത്? യെസ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും, നിങ്ങളുടെ അവസ്ഥകളെ കണ്ട് ഇപ്പോഴെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ. return to me with fasting and praying and crying എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, നിങ്ങൾ വസ്ത്രങ്ങളെ, പുറമേയുള്ള വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. 12-17 വാക്യങ്ങളിൽ നിങ്ങളുടെ സ്ഥിതികളെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. വീണ്ടും പെന്തക്കോസ്ത് വരും, വീണ്ടും ഉണർവ് വരും, വീണ്ടും മഴ പെയ്യും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യത്തെ റിക്വയർമെന്റ് ഉണർവിന് വേണ്ടി ഈ പിന്മഴയും മുൻമഴയും ആത്മാവിന്റെ ചലനങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പടി എന്താണ്? ഒരു മടങ്ങി വരും എന്ന് പറയാം. ഒരു മടങ്ങി വരും, റിപ്പന്റൻസ്. നിങ്ങൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് എവിടൊക്കെയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, എവിടൊക്കെയാണ് നിങ്ങൾ തെറ്റിപ്പോയത്, അവിടെ നിന്ന് നിങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. Return എന്ന് പറയാം. Return and repent. Repent and return. Hallelujah. അപ്പോൾ യോയേൽ വിളിച്ചു പറയുക, 1-2 പേര് ശുശ്രൂഷമാര് റിപ്പന്റ് ചെയ്താൽ പോരാ, കൂട്ടമായി ഇന്നലെ കല്യാണം കഴിച്ച മണവാളനും മണവാട്ടിയും കുഞ്ഞുങ്ങൾ പ്രസവിച്ചിരിക്കുന്ന എല്ലാവരും ഒറ്റാളെ വിടരുത്, എല്ലാവരും എന്ത് ചെയ്യുക? വിളിച്ചു കൂട്ടി. വായിക്കാം ആ ഭാഗം. 13. നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ. 14-ാമത്തെ വാക്യം. Consecrate a fast. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയാകവും ഉള്ളൊരു അനുഗ്രഹം വെച്ചേക്കില്ലയോ ആർക്കറിയാം.
സിയോനിൽ കാഹളം ഊതുവിൻ, സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, സഭയെ വിശുദ്ധീകരിക്കുവിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവിൻ, പൈതങ്ങളെ മുല കുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവിൻ. മണവാളൻ മണവറയും ആ മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ആ യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാരെ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞും കൊണ്ട്, ശൂന്യതയാണ്, വരൾച്ചയാണ്, എല്ലാം അടഞ്ഞടക്കുകയാണ്, പക്ഷെ അതിന് മധ്യത്തിൽ യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞ് ഒരു പ്രവാചകൻ വന്ന് പറയുകയാണ്. ദൈവജനം മാനസാന്തരപ്പെട്ടാൽ, ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ എന്താ പിന്നെ സംഭവിക്കുന്നത്? അതിന്റെ 18ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി, അങ്ങനെ മാനസാന്തരത്തോട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ വഴിയിൽ, വ്യവസ്ഥയിൽ നാം വന്നാൽ എന്ത് ചെയ്യും? Then will the Lord be jealous for his land and pity his people. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച്, തന്റെ ജനത്തെ ആദരിച്ച് യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ മനസ്സാന്തരത്തോടും അനുതാപത്തോടും താഴ്മയോടും എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും, നിങ്ങളുടെ ലജ്ജയെ മാറ്റും. ഞാൻ നിങ്ങളെ മാനിച്ചുയർത്തും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന്, ഞാൻ നിങ്ങളെ അലങ്കരിക്കുമെന്ന്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് 23ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിച്ച്, സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയെ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, മുൻമഴ നൽകും. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും, അവൻ മുമ്പേ പോലെ തന്നെ മുൻമഴയും പിന്മഴയും ആയ വർഷം പെയ്ച്ചു തരുന്നു. മഴയില്ലാതെ വിഷമിക്കുകയായിരുന്നല്ലോ, വരൾച്ചയായിരുന്നല്ലോ, നിങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നല്ലോ, മുന്നേറ്റം ഇല്ലാതെ കിടക്കുകയായിരുന്നല്ലോ. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ മാസം തന്നെ ഈ മുൻമഴയും പിന്മഴയും ഞാൻ നിങ്ങൾക്ക് പെയ്ച്ചു തരും. 24ാമത്തെ വാക്യം, അങ്ങനെ പെയ്താൽ എന്ത് സംഭവിക്കും? അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. തുള്ളനും വെട്ടുകളെയും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തപ്പെടും. നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. നിങ്ങൾ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകും. എന്റെ ജനം ഒരു നാളും അപ്പോൾ ശൂന്യതയുടെയും തകർച്ചയുടെയും ഇല്ലായ്മയുടെയും മധ്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഭൗമികമായ കാര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ പ്രവാചകൻ പെട്ടെന്ന് 28ാമത്തെ വാക്യത്തിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, ഇത് പറഞ്ഞത് മൊത്തവും ഇവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ പെയ്തിറങ്ങുന്ന, നമുക്ക് ചുറ്റും പെയ്തിറങ്ങുന്ന ഈ മഴയിലെ മൺസൂൺ, നമുക്ക് മൺസൂൺ എന്ന് പറഞ്ഞാൽ കേരളക്കാരൊക്കെ അറിയാം. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് മുൻമഴയും പിന്മഴയും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പിടികിട്ടും. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പറയുക 28ാമത്തെ വാക്യം, അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പോൾ യോവേൽ പ്രവാചകൻ പറയുകയാണ്, ഈ ഭൂമിയിലുള്ള ഭൗമികമായ ഉള്ള ഈ മഴ വേറൊരു മഴ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന് ശേഷം afterward, and it shall come to pass afterward എന്ന് പറയാം. afterward നാം ദൈവജനം ദൈവത്തിന്റെ വ്യവസ്ഥകളും ദൈവത്തിന്റെ കണ്ടീഷനുകളും ഒക്കെ നമ്മളൊന്ന് മീറ്റ് ചെയ്താൽ, പാലിച്ചാൽ എന്ത് ചെയ്യും? ദൈവം തന്റെ ആത്മാവിന്റെ മഴയെ പെയ്ക്കും. And it shall come to pass afterward that I will pour out my spirit. ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ, ദൈവജനത്തിനോട് ബന്ധത്തിൽ ഈ മഴ കാണുമ്പോൾ, നാച്ചുറൽ റെയിൻ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് എന്തിനെ കാണിക്കുന്നത്? ആത്മാവിന്റെ മഴയെ കാണിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ വന്ന് അവരെ നനച്ച്, അവരെ കുളിർത്തി, അവരെ അനുഗ്രഹിച്ച്, അവരെ പുഷ്ടിയുള്ളതാക്കി, അവരെ ഫലപ്രദമാക്കി, അവരെ ഏറ്റവും മെന്മേറിയാക്കുന്ന ഒരു ദൃഷ്ടാന്തമത്രേ. God will come like rain, the early rain and the latter rain. Hallelujah. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 120 പേർ മാളികമുറിയിൽ കാത്തിരുന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അത് ആത്മാവിന്റെ മുൻമഴ. That was the early rain of the Holy Spirit. ശക്തമായി അപ്പോസ്തലന്മാരുടെ മധ്യത്തിൽ ആദിമ സഭയിൽ മഴ പെയ്തിറങ്ങി, ആത്മാവ് പെയ്തിറങ്ങി. അതുകൊണ്ട് എല്ലാം മാനുഷികമായിരുന്നു, എല്ലാം സ്പീഡോടെ ആയിരുന്നു, ഭയങ്കര മുന്നേറ്റമായിരുന്നു. 10-15 വർഷം കൊണ്ട് തന്നെ സുവിശേഷം പടരുകയാണ്. യെരുശലേമിൽ നിന്ന് യഹൂദിയയിലേക്ക്, സമാരിയയിലേക്ക് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കുന്നു, പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്നു. അവർ പട്ടണങ്ങളെ കുലുക്കുകയാണ്. ദൈവശക്തിയുടെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങൾ
അത്ഭുതങ്ങളുടെയും ദൈവപ്രവൃത്തികളുടെയും ആഴം വെളിപ്പെടുകയാണ്. പിന്നെ അവിടെ ബന്ധനമില്ല, അവിടെ രോഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവിടെ ഭൂതത്തിന് പിടിച്ചു നിൽക്കാം, ദുരാത്മശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. അവിടെ മന്ത്രവാദികൾ മുട്ടുമടക്കുകയാണ്, അവിടെ ആ വിചാരം ഫെയിൽ ആകുകയാണ്, മദ്യപാനത്തിന്റെ ആസക്തികൾ തകർന്നു മാറുകയാണ്, പാപത്തിന്റെ ആസക്തികൾ ഹല്ലേലൂയ, അവിടെ ശാപത്തിന് പിടിച്ചു നിൽക്കാം, രോഗവ്യാധികൾക്ക് പിടിച്ചു നിൽക്കാൻ ദൈവരാജ്യം മുന്നേറുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആദ്യത്തെ 400 വർഷങ്ങൾ ആത്മാവിന്റെ മഴ ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം പെയ്തുപോലെ പെയ്തങ്ങോട്ട് ഇറങ്ങി. ദൈവസഭ ശക്തമായി വന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാവുന്ന ഒരു 1000 വർഷം ഇരുണ്ട് കാലഘട്ടം, ഡാർക്ക് ഏജസ് ഓഫ് ദ ചർച്ച് എന്ന് പറയുന്ന ഇരുണ്ട് കാലഘട്ടങ്ങളായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ വീണ്ടും മഴ വീണ്ടും ശക്തമാകാൻ തുടങ്ങി. 15-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ പിതാവായിരിക്കുന്ന ലൂതറും സ്വിംഗിളിയും അങ്ങനെയുള്ള ദേവദാസന്മാർ റിഫോർമേഷനും റിവൈവലും കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് നിന്നില്ല. ലൂതർ കഴിഞ്ഞപ്പോൾ അടുത്ത ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ജോർജ് വിറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ദേവദാസന്മാർ, അവര് ഹോളിനെസിന്റെ മൂവ്മെന്റ്, അതുകൊണ്ടും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ചലനങ്ങൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് പകരപ്പെടുകയാണ്. വെയിൽസിൽ ഉണർവ് നടക്കുന്നു. പിന്നെ 1901 ടൊപ്പീക്ക, കൻസാസിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ട് ജനം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. 1906 ലോസ് ആഞ്ചലസ്, അസൂസയിൽ ലോകവ്യാപകമായ പെന്തക്കോസ്തിന്റെ അനുഭവം. കേരളക്കാരെ എങ്ങനെയാണ് പെന്തക്കോസ്ത് അനുഭവിച്ചത്? ലോസ് ആഞ്ചലസ് അസൂസ സ്ട്രീറ്റിൽ തൊട്ട ഒരു റോബർട്ട് എഫ് കുക്ക് എന്ന് പറഞ്ഞ ഒരു കുക്ക് സായിപ്പ്, ആ സായിപ്പ് ചെങ്ങന്നൂരിന്റെ മണ്ണിൽ വന്ന് പരിശുദ്ധാത്മാഭിഷേകം ഈ മുൻമഴയും പിൻമഴയും പരിചയപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിന് ജനം ഹല്ലേലൂയ. 20-ാമത്തെ നൂറ്റാണ്ടിലാണ് ആത്മാവിന്റെ പിൻമഴ ശക്തമായി പെയ്തിറങ്ങുവാൻ തുടങ്ങിയത്. ആമേൻ. 1906 ശക്തമായി. അതുകൊണ്ടും നിന്നില്ല. കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ പിന്മഴയെ അയക്കുകയാണ്. എന്തിനാ ദൈവം പിന്മഴയെ അയക്കുന്നത്? Why the latter rain of the Holy Spirit? ഒത്തിരി കാരണങ്ങളുണ്ട്, അതെല്ലാം പറയുവാൻ സമയമില്ല. ദൈവം മഴ അയക്കുന്നത് എന്താ? ദൈവത്തിന്റെ അസൈൻമെന്റുകളെ, ദൈവത്തിന്റെ പ്ലാനുകളെ, ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതികളെ, യേശുവിന്റെ 2ാമത്തെ വരവിന് മുമ്പേ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി, for a great harvest of souls and an ingathering. Hallelujah. ദൈവരാജ്യം ശക്തമായി മുന്നേറുവാൻ, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക്, എല്ലാ ഗോത്രത്തിലേക്കും, എല്ലാ ഭാഷകളിലേക്കും, എല്ലാ ട്രൈബൽ ഗ്രൂപ്പിലേക്കും, ലാംഗ്വേജുകളിലേക്കും. ഇന്ന് ഡോക്ടർ ഫിലിപ്പ് ഇവിടെ വന്നത് സ്വന്തം അതും ഒരു പ്രൊഫറ്റിക് ആണ്. ഹല്ലേലൂയ. ഒരു ഗോത്രത്തിന്റെ മധ്യത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട് ഒറീസയിൽ. നമുക്കും ഒറീസയിൽ ചർച്ചകളുണ്ടല്ലോ. ട്രൈബൽ ആൾക്കാരുടെ, അസംബ്ലി കൂടിയുടെ ട്രൈബൽ ആൾക്കാരുടെ ഇടയ്ക്കാണ് സ്വത്രം. ഹല്ലേലൂയ. എത്രയോ ചിത്രങ്ങൾ വാസ്തുവിടെ കാണിച്ചു. അവിടെ മേൽ പരിശുദ്ധാത്മാവ് എന്താണെന്നറിയത്തില്ല, പക്ഷെ അവിടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, അവരെയും ദൈവം സ്പർശിച്ചു. അവരിൽ നിന്ന് ശക്തമായ ദേവദാസന്മാർ, അവിടെ ചർച്ച് ബിൽഡിങ്ങിന്റെ പടങ്ങളാണ്. ഈ ദിവസങ്ങളിൽ സ്വന്തം ആത്മാവിന്റെ പിന്മഴ ശക്തമായി പെയ്തിറങ്ങുമ്പോൾ അസാധാരണമായ ഒരു ആത്മഭാരം കൊണ്ട്, അസാധാരണമായ ഒരു ധൈര്യം കൊണ്ട്, ഹിമാചൽ പ്രദേശിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 40-50 വർഷമായി പ്രവർത്തിച്ചിരിക്കുന്ന മലയാളി ബൈബിൾ കോളേജിലൊക്കെ അവർ അടഞ്ഞിരിക്കുകയാണ്. ഭയമാണ്, പ്രോസിക്യൂഷനാണ്. നമ്മുടെ മക്കൾക്ക് അവിടെ തുറന്ന് ഒരു സഭായോഗത്തിൽ ഇതുപോലൊന്നും ആരാധിക്കാൻ കഴിയില്ല. അവിടെ ആരാധനയ്ക്ക് പോകുമ്പോൾ നമുക്ക് പതുക്കെ വേണം പാടാൻ, പതുക്കെ വേണം. പിടിച്ചാൽ അടി ഉറപ്പാണ്. സ്തോത്രം. വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലും അവരെ വെല്ലുവാൻ, അവരുടെ ഉള്ളിൽ കരുത്ത് പകരുവാൻ, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ആ ബോൾഡ്നെസ്, ഒരു സിംഹം ഗർജിക്കുന്ന പോലെ, we are not afraid, you are unstoppable. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക്, ഭാരതത്തിന്റെ പാതാള ഗോപുരങ്ങൾക്ക് തകർക്കുവാൻ കഴിയും. അതിന്റെ കാരണം എന്താണ്? ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ പിന്മഴയുടെ ഒരു അഭിഷേകം. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. പിന്മഴ പെയ്യുകയാണ്, ആത്മാഭിഷേകത്തിന് ആഴം വെളിപ്പെടുകയാണ്, ദൈവം ജനത്തെ അലങ്കരിക്കുകയാണ്. ആമേൻ. ദൈവം പകരുവാണെങ്കിലും യാദർശികമായി ആ പകർച്ച അനുഭവിക്കണമെന്നില്ല. അതിനുവേണ്ടി ഒത്തിരി കണ്ടീഷനുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. സ്തോത്രം. പക്ഷെ ഇന്ന് ഒരു വ്യക്തിയെ, അസാധാരണമായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 1949 തൊട്ട് 1958 വരെ, ഫ്രം 1949 to 1958, 10-11 വർഷം ശക്തമായ നിലവാരത്തിൽ ഒരു ഉണർവ് ഭൂമിയിൽ വെളിപ്പെട്ടു. അല്ലേ? നമ്മൾ മാർട്ടിൻ ലൂഥറിന്റെ ഉണർവ്, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ഉണർവ് കേട്ടിട്ടുണ്ട്, ചാൾസ് ഫിനിലൂടെ കേട്ടിട്ടുണ്ട്, ഇവാൻ റോബർട്ട്സിന്റെ വെയിൽസിൽ ഉണർവ്, ഹെബ്രഡിസിൽ ഉണർവ്, അസൂസ ഉണർവ്, ടൊപ്പീക്ക ഉണർവ്. 1947 തൊട്ട് 1958 വരെ, 1947 1958, there was a world shaking revival, a healing revival. ഒരു സൗഖ്യത്തിന്റെ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിൽ ദൈവം വ്യത്യസ്തമായ ആൾക്കാരെ ഉപയോഗിക്കാൻ ഇടയായിത്തീർന്നു. വില്യം ബ്രാൻഹാം, ഓറൽ റോബർട്ട്സ്, ജാക്കോ, എ ആലൻ. വ്യത്യസ്ത ആൾക്കാരെ കുറിച്ചൊക്കെ പാസ്റ്റർ നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ ഒരു ലീഡിംഗ് വോയിസ് ഓഫ് ഹീലിംഗ് റിവൈവലിന് ദൈവം ഉപയോഗിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു വില്യം മാരിയൻ ബ്രാൻഹാം. അസാധാരണമായ ദൈവത്തിന്റെ ഒരു മനുഷ്യൻ. He was
also an unparalleled prophet. So അതിശക്തമായ കാലഘട്ടത്തിന്റെ മുമ്പിൽ ജനിച്ചു വീണ ഒരു പ്രവാചകൻ എന്നറിയപ്പെടുന്ന വില്യം മാരിയോൺ ബ്രാൻഹാം, a leading voice of the healing revival, a general of faith, an apostle of signs, wonders, miracles and the gifts of the Holy Spirit. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും വിവിധ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ഒരു മനുഷ്യൻ. A man who was commissioned by God by sending an angel to take divine healing. ദൈവിക സൗഖ്യത്തെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ അസാധാരണമായ ദൈവത്തിന്റെ ഒരു മനുഷ്യൻ വില്യം ബ്രാൻഹാം. മെയ് 11, 1946 മെയ് 11, 1946 തനിക്ക് ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുകയാണ്. അതിന്റെ മധ്യത്തിലാണ് ഒരു ദൈവത്തിന്റെ ദൂതൻ, ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ തനിക്ക് സംഭവിക്കുകയാണ്. തന്നെ ഈ സൗഖ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ലോക രാജ്യങ്ങളിൽ സൗഖ്യത്തിന്റെ ശുശ്രൂഷകളെ, അത്ഭുതങ്ങളുടെ ശുശ്രൂഷകളെ, a man who was instrumental to lead massive miracle healing crusades. ഇന്ന് ദൈവിക സൗഖ്യത്തെക്കുറിച്ച്, ഡിവൈൻ ഹീലിംഗിനെ കുറിച്ചും മിറക്കിൾ മിനിസ്ട്രിയെ കുറിച്ചും ഒക്കെ നമുക്ക് ആ വലിയ മനസ്സിലാക്കലും അറിവും ഉള്ളത് ഇതുപോലെ ഭൂമിയിൽ ഉണർവ് നടന്നു. Revivals happened. Hallelujah. അതിനുവേണ്ടി ഏറ്റവും പയനിയറായി ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് വില്യം ബ്രാൻഹാം. ലക്ഷക്കണക്കിനുള്ള മനുഷ്യനെ, lakhs and lakhs of people, millions of people ne കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ അത്ഭുതങ്ങളെ ചെയ്തു എന്ന് മാത്രമല്ല, lakhs and lakhs of people, hallelujah, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ടെന്റ് മീറ്റിംഗുകൾ, ക്രൂസൈഡ് മീറ്റിംഗുകൾ, ഹീലിംഗ് മിറക്കിൾ ക്രൂസൈഡുകൾ. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, എന്ത് വേണ്ട സ്തോത്രം, മരിക്കാൻ കിടക്കുന്ന ടെർമിനൽ ക്യാൻസർ നാളെ മരിച്ചു പോകുമെന്ന് ഉള്ള വ്യക്തികൾ പോലും അത്ഭുത സൗഖ്യം പ്രാപിച്ച് വരുന്ന ഒരു വക്താവായിരുന്നു വില്യം Branham, a man who led millions to Christ and millions to encounter the divine healing ministry. Hallelujah. 1909 ഈ മനുഷ്യൻ വില്യം ബ്രാൻഹാം അമേരിക്കയിലുള്ള കെന്റക്കി എന്ന് പറഞ്ഞ ഒരു സാധാരണ മലയോര പ്രദേശങ്ങളിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. He was born in Kentucky, America. വളരെ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യതയൊന്നുമില്ല. He was a man of signs and wonders and miracles. താൻ ജനിച്ചപ്പോൾ തന്നെ അസാധാരണമായ, അപ്പനും അമ്മയും വിശ്വാസികളല്ല, 18-19 വയസ്സൊക്കെ ഉള്ളൂ അപ്പനും അമ്മയ്ക്ക്. അവിടെ ആ ചെറിയ പ്രായത്തിൽ ജനിച്ച ഈ കുഞ്ഞാണ് വില്യം. പക്ഷെ താൻ ജനിച്ചു വീണ ആ സമയത്ത് ഒരു അസാധാരണമായ ഒരു ലൈറ്റ്, a ball of light and fire തന്റെ മുറിയിലേക്ക് വന്നത് തന്റെ മാതാപിതാക്കൾ തന്നോട് പറഞ്ഞു, വില്യം, something happened unusual. അവരെല്ലാം ഈ കുഞ്ഞിന്റെ ഭാവി എന്തായിത്തീരും, ഇതൊരു അസാധാരണ കുഞ്ഞാണല്ലോ. ദരിദ്ര കുടുംബമായിരുന്നു, അപ്പൻ മദ്യപാനിയായിരുന്നു, വാറ്റുകാരെ ഉണ്ടാക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും, പഠിക്കാൻ സാഹചര്യങ്ങളില്ല, ഒരു നല്ല വസ്ത്രമില്ല, സ്കൂളിൽ പോകുമ്പോൾ കീറിപ്പറഞ്ഞ യൂണിഫോം ഇട്ടുകൊണ്ടാണ് പോകുന്നത്, കൂട്ടുകാർ കളിയാക്കും. അതുപോലുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ താൻ ജനിച്ചു വളരുവാൻ ഇടയായിത്തീർന്നു. 7ാമത്തെ വയസ്സിൽ താൻ വെള്ളം കോരുവാൻ, മലപ്രദേശമായതുകൊണ്ട് വെള്ളം കോരണം, 7ാമത്തെ വയസ്സിൽ വെള്ളം കോരുവാൻ, വീട്ടിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി വെള്ളം കോരുവാൻ പോകുന്ന ഒരു സമയത്ത് സ്തോത്രം, ഒരു മരത്തിൽ നിന്ന് എന്തോ ഒരു സ്തോത്രം, ഒരു കൊടിയ കാറ്റൊക്കെ അടിക്കുന്ന പോലെ ഒരു ചുഴലിക്കാറ്റ്, അത് വേറെ എവിടെയില്ല, ഒരു മരത്തിൽ നിന്ന് കാറ്റടിക്കുന്നു, ഒരു ശബ്ദം വരുന്നു, വില്യം, നീ നിന്നെ തന്നെ കൃത്യതയോട് പരിപാലിക്കണം, നീ പുക വലിക്കരുത്, നീ മദ്യപിക്കരുത്, നിന്റെ ശരീരം ലൈംഗിക പാപങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, നീ പ്രായമാകുമ്പോൾ നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു വേല ചെയ്യുവാനുണ്ട്. William, do not smoke, do not drink alcohol, do not defile your body, for when you grow up there is a work that God has called you to do. 7ാമത്തെ വയസ്സിൽ താൻ അത്ഭുതപ്പെട്ടു, ഇതെന്തുവാ ഇത്, മരത്തിന് ചുറ്റും ഇതുപോലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു, ഒരു ശബ്ദം സംസാരിക്കുന്നു. ഓടി വീട്ടിൽ വന്ന് അമ്മയോട് പറയും, അമ്മ, ഞാൻ ഇങ്ങനെ കേട്ടു. അവിടെയുള്ള ക്രിസ്തീയ ആൾക്കാർ അവിടെ പറയുമ്പോൾ, ഇതെല്ലാം നിനക്ക് തോന്നിയതാ, ഇങ്ങനെയൊന്നും ദൈവം ആരോടും ഇടപെടത്തില്ല, ദിസ് ഈസ് ഓൾ ഫിക്ഷ്യസ് ആൻഡ് ഓൾ ദാറ്റ്. അവനതെല്ലാം വിട്ടു, പിന്നെ മുമ്പോട്ട് അങ്ങ് പോകുകയാണ്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ ദൈവം വിളിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് ദൈവത്തിന്റെ വേല ചെയ്യേണ്ട, പൈസ ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് വേണം കഴിക്കാൻ. അന്നത്തെ പാസ്റ്റർമാരുടെ ഗതി അതോ ഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ആരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒന്നും സമർപ്പിക്കത്തില്ല. പക്ഷെ അതിന്റെ മധ്യത്തിൽ 23ാമത്തെ വയസ്സ്, 24ാമത്തെ വയസ്സിൽ തനിക്ക് ഭയങ്കര ഒരു അപ്പൻഡിക്സിന്റെ ഒരു രോഗം പിടിവിട്ടു. അത് ബേസ്റ്റായി, പെട്ടെന്നായിട്ട് സഹിച്ചു. താൻ മരിക്കാൻ പോകുന്ന, കോമയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ തന്റെ ശരീരത്തിൽ നിന്ന് വിട്ട് ആത്മാവ് പോകുന്ന സമയത്ത് തന്നോട് 7ാമത്തെ വയസ്സിൽ ഇടപെട്ട ആ ശബ്ദം തന്നോട് പറയുകയാണ്, ബ്രാൻഹാം, ഞാൻ നിന്നെ വിളിച്ചു വേലയ്ക്ക് വേണ്ടി, പക്ഷെ നീ അത് തിരസ്കരിച്ചു. വീണ്ടും ദൈവം നിന്നെ വിളിക്കുകയാണ്. ബ്രാൻഹാം ഇത് കേട്ടപ്പോൾ താൻ തിരിച്ചറിയുകയാണ്, എന്നോട് സംസാരിച്ച ആ ശബ്ദം. അതിനിടയ്ക്കും ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് അസാധാരണമായ ദർശനങ്ങൾ ഉണ്ടാകും, സ്വപ്നങ്ങൾ ഉണ്ടാകും, വിഷൻസും ഡ്രീംസും ഉണ്ടാകും. വരുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവം വെളിപ്പെടുത്തും. ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടും. അങ്ങനെയുള്ള കൃപകളും കൃപാവരങ്ങളും ദൈവസഭയിൽ അതില്ല. That dimension of the gifts of the Holy Spirit was not there. അതുപോലുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപകളോ കൃപാവരങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ കുഞ്ഞിനെ ദൈവം ഒരുക്കുകയായിരുന്നു. മരിക്കാൻ കിടന്ന ഈ വില്യം ബ്രാൻഹാം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എനിക്കൊരു അവസരം തരണമേ, ഞാൻ അങ്ങയുടെ വേല ചെയ്യാം.
ഇതെല്ലാം കോമയിൽ കിടന്നുകൊണ്ട് സ്തോത്രം താൻ മരിക്കുന്ന ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വില്യം കണ്ണു തുറക്കുന്നു. ഹോസ്പിറ്റലിൽ ഓപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന വില്യമാണ്. ഡോക്ടേഴ്സ് മരിച്ചു, ഇനിയിപ്പം ഒരു രക്ഷയില്ല, ഇവൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് നിമിഷ നേരത്തിൽ വില്യം ബ്രാൻഹാം സൗഖ്യമാകുകയാണ്. തനിക്ക് ബോധ്യമായി ദൈവം തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. താൻ ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററായി ആരംഭിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ജെഫേഴ്സൺ വിൽ എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് താൻ സുവിശേഷ പ്രസംഗം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ താൻ സുവിശേഷം പ്രസംഗിച്ചു. പെട്ടെന്ന് ആൾക്കാർ അവിടെ കൂടി വരികയാണ്. അസാധാരണമായ ദൈവത്തിന്റെ കരപ്രവൃത്തികൾ വെളിപ്പെടുന്നു. അന്നത്തെ ശുശ്രൂഷകൾ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സ്ഥാനപ്പെടാൻ 130 പേര് റെഡിയായി സ്തോത്രം പാസ്റ്ററിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. 24 വയസ്സുകാരനാണ്. സ്ഥാനപ്പെടുത്തുന്നതിന് മധ്യത്തിൽ സ്ഥാനപ്പെടുത്തി നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന് തന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഒരു മഹത്വം, a ball of light, a fire. ബ്രാൻഹാമിന്റെ പല ചിത്രങ്ങളിൽ നമുക്കത് കാണാം. 1950-കളിൽ താൻ ഒരു വലിയ ക്രൂസൈഡിന്റെ മധ്യത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്തപ്പോൾ താൻ നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂൺ എന്ന് പറയുന്ന ഒരു ഷാലോ, ഒരു ഫയർ ലൈറ്റ്. ഫോട്ടോഗ്രാഫേഴ്സ് ആദ്യം വിചാരിച്ചത് ഫേക്ക് ആയിരിക്കും. അതിന് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം ഉണ്ടായി. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ആൾക്കാർ ഇത് പരിശോധിച്ച് നോക്കി. ദിസ് വാസ് എ സൈൻ, an unnatural sign. ബ്രാൻഹാം സ്വന്തം ദർശനങ്ങൾ കാണുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഒരു ഏഞ്ചൽ ഓഫ് ലൈറ്റ്, ഒരു ദൈവത്തിന്റെ ദൂതൻ തന്റെ അടുത്ത് വന്ന് നിന്ന് തന്റെ ശുശ്രൂഷകളിൽ തന്നെ സഹായിക്കുന്ന ഒരു ഏഞ്ചലിക്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ക്യാപ്ചർ ചെയ്തൊരു ഫോട്ടോഗ്രാഫാണ്. താൻ വിവാഹിതനായി ശുശ്രൂഷകളൊക്കെ മുമ്പോട്ട് പോവുകയാണ്. അതിന് മധ്യത്തിൽ 1933-ൽ അസാധാരണമായ ദർശനങ്ങൾ, 7 end time visions ഈ മനുഷ്യൻ കാണുകയാണ്. ഒരു ദിവസം രാവിലെ ശുശ്രൂഷിക്കാൻ പോകുന്നതിന് മുമ്പേ 1933-ൽ 1933 ഒന്ന് ഓർത്തു നോക്കണം. താൻ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ദർശനങ്ങൾ, end time prophetic visions കാണുകയാണ്. താൻ വിളിച്ചു പറയുകയാണ്, ഇറ്റാലിയൻ ഡിക്റ്റേറ്റർ ആയിരിക്കുന്ന ബെനിറ്റോ മുസോളിനി താൻ ശക്തിയിലേക്ക് വരും, താൻ വലിയ പവറിലേക്ക് വരും, താൻ ഇത്തോപ്യയിലേക്ക് പോയി അത് പിടിച്ചടക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്റെ രാജ്യത്തിൽ തന്നെ, ഇറ്റലിയിൽ തന്നെ ഒരു വിരോധമുണ്ടാകും, റിബൽ ഗ്രൂപ്പ് ഉണ്ടാകും. പരിതാപകരമായിട്ടുള്ള രീതിയിൽ മുസോളിനി മരിക്കും, തന്റെ അന്ത്യം കുറിക്കും. രണ്ടാമത്തെ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ. ഇവരൊന്നും ആ സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. താൻ ആത്മാവിൽ കാണുന്നത് താൻ വിളിച്ചു പറയുകയാണ്. അഡോൾഫ് ഹിറ്റ്ലർ 1933-ലാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ഒരു വലിയ ശക്തിയായി മാറും. താൻ ആ ദേശത്തെ അടക്കി വാഴും. താൻ ലോകത്തെ മഹായുദ്ധങ്ങൾക്ക് വേണ്ടി താൻ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. പക്ഷെ താനും കുറച്ച് കഴിയുമ്പോൾ ഒരു ദാരുണ്യ അന്ത്യമുണ്ടാകും. 3 ഇസം, നാസിസം, ഫാസിസം, കമ്മ്യൂണിസം ലോകത്തിൽ വരും. 1933-ൽ unparalleled prophets of his times. ഹല്ലേലൂയ. പക്ഷെ 2 ഇസം, നാസിസവും ഫാസിസവും വീഴും. കമ്മ്യൂണിസം ഭൂമിയെ പിടിച്ചടക്കുവാൻ ഇടയായി തീരും. അവസാനം കമ്മ്യൂണിസവും തകരുന്ന ഒരവസ്ഥ. വലിയ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ടാകും. മൊട്ടാകൃതിയിലുള്ള കാറുകളിൽ മനുഷ്യർ സഞ്ചരിക്കും. അപ്പോൾ ഇന്നിപ്പോ നമ്മള് ഡ്രൈവിംഗ് സീറ്റിൽ നമ്മള് സ്റ്റിയറിംഗ് ഒക്കെ ഓടിച്ച താൻ ആത്മാവിൽ കാണുകയാ. ഇന്നിപ്പം സ്തോത്രം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാറിനെ കുറിച്ച്, വാഹനങ്ങളെ കുറിച്ച് താൻ ആത്മാവിൽ കാണുകയാണ്. റിമോട്ട് കൺട്രോൾ, എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്നു, കളിക്കുന്നു, ഫോൺ നോക്കുന്നു, കാർ തന്നെ പോകുന്നു, അടുത്ത ഡെസ്റ്റിനേഷൻ ഇടുന്നു. റിമോട്ട് കൺട്രോൾ കാറുകൾ 1933. ഇന്നും ആ കാറുകൾ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടില്ല. അതിന്റെ വലിയ ഗവേഷണങ്ങൾ. വസ്ത്രധാരണയിൽ വലിയ മൗലിക അധംപതനം ഉണ്ടാകും. വലിയ സ്പിരിച്വൽ ആൻഡ് മോറൽ ഡിക്ലൈൻ ഉണ്ടാകും. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ഡ്രസ് ചെയ്ത് ഭയങ്കര മോശമായിട്ടുള്ള നിലവാരത്തിലേക്ക് വരും. പിന്നെ അമേരിക്കയെ കുറിച്ചുള്ള 1933-ൽ അന്ന് ഇതുപോലുള്ള പ്രാവചനികമായ പ്രൊഫറ്റിക് വിഷൻസ് വിരളമായിരുന്നു. അതിന്റെ മധ്യത്തിലാണ് താൻ വിളിച്ചു പറയുന്നത്. 1937-ൽ താൻ ആയിരുന്ന ഒഹായോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ ഒരു ഫ്ലഡ് ഉണ്ടായി. തന്റെ ഭാര്യയും മോളും ന്യൂമോണിയ ബാധിച്ച് മരിക്കുവാനിടയായി തീർന്നു. വ്യത്യസ്തമായ വിധങ്ങളിലൂടെ വില്യം ബ്രാൻഹാം, a man who was ദൈവത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തി, പക്ഷെ ജീവിതത്തിൽ വലിയ വേദനകൾ. ഭാര്യ മരിക്കുന്നു, ആദ്യ ഭാര്യയായ ഹോപ്പ് മരിക്കുന്നു, മോള് ശരൺ മരിക്കുന്നു. തനിക്ക് ഇതെല്ലാം കൂടെ മനസ്സിലാക്കുന്നില്ല. അന്ന് അങ്ങനെയുള്ള ആ നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാരില്ല. He was a pioneer of prophetic evangelism and a pioneer of prophetic healing miracle ministry. താൻ അസ്വസ്ഥനായി, ഇതെന്തുവായി സംഭവിക്കുന്നത്? ഇതുപോലുള്ള ദർശനങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ താൻ കാണുന്നു. ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ആക്സിഡന്റ് നടക്കുന്നത് കാണുന്നു. അത് കഴിഞ്ഞ് താൻ ദൈവസന്നിധിയിലേക്ക് പോകുകയാണ്. ദൈവമേ, എന്തുവായി സംഭവിക്കുന്നത്? ഇതെല്ലാം ദൈവത്തിൽ നിന്നാണോ? അങ്ങനെ താൻ നീണ്ട പ്രാർത്ഥനകൾക്കും ഉപവാസങ്ങളിലേക്കും പോകുകയാണ്. God speak to me. എന്നെ സഹായിക്കണമേ, എനിക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനസ്സിലാക്കണമേ. അങ്ങനെ താൻ നീണ്ട പ്രാർത്ഥനകളുടെയും ഉപവാസത്തിന്റെ മധ്യത്തിൽ ഒരു ദിവസം 11 മണി രാത്രി, മെയ് 7, 1946 at 11 PM തന്റെ പ്രാർത്ഥനാ മുറിയിൽ അസാധാരണമായ ഒരു വെളിച്ചം വെളിപ്പെടുകയാണ്. ഒരു ദൂതൻ, സ്വർഗ്ഗദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. തന്നോട് പറയുക, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന എന്നെ ബ്രാൻഹാം, നിനക്ക് വേണ്ടി ദൈവം ഭൂമിയിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം അയച്ചതാണ്.
I'm an angel standing in the presence of God, and I've been sent from the presence of God for a commission. You have to take the divine healing ministry and mandate to the nations of the world. അതിനുവേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. 2 അടയാളങ്ങൾ ദൈവം നിനക്ക് തരും. ഒന്ന്, നിന്റെ ഇടത്തെ കൈ നീ ആൾക്കാരുടെ ശരീരത്തിൽ വെക്കുമ്പോൾ അവർക്ക് എന്താ രോഗമുള്ളത്, അവർക്ക് എന്താ ദുരാത്മാവുള്ളത് എന്ന് ദൈവം നിനക്കൊരു ബോധ്യം തരും. നിന്റെ കൈ വെക്കുമ്പോൾ നിന്റെ കൈ വൈബ്രേറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ദുരാത്മാവുണ്ട്. ആ ദുരാത്മാവിനെ നീ ശാസിക്കുക. ചില അടയാളങ്ങൾ ദൈവം കൊടുത്തു. രണ്ടാമത്തെ പ്രധാന അടയാളം, നീ ജനത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ, ഒരു ഗാഡ് എൻകൗണ്ടർ കഴിഞ്ഞ് തൻ്റെ ശുശ്രൂഷകൾ അടുത്ത നിലവാരത്തിലേക്ക് തനിക്ക് മനസ്സിലായി ദൈവമാണ്. താൻ ചെറിയ രീതിയിൽ തൻ്റെ ചർച്ചിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിന്ന ആ മനുഷ്യനെ ദൈവം ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് വേണ്ടി, a man whom God used in the nations, അസാധാരണമായ ഹീലിംഗ് മിറക്കിൾ ക്രൂസൈഡ് മിനിസ്ട്രികൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും കാനഡയിലും പാലസ്തീൻ സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ദൈവം അതിശക്തമായ ഉണർവിന് വേണ്ടി ഈ മനുഷ്യനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ഒരു മനുഷ്യൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ മനുഷ്യനെ നോക്കുമ്പോൾ, അയ്യോ നിന്റെ മേൽ ഒരു മരണത്തിന്റെ ആത്മാവുണ്ടല്ലോ, നിന്റെ വായുടെ ഉള്ളിൽ ഒരു ക്യാൻസർ ഉണ്ട്. ഇത് പറയുമ്പോൾ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഈ കൂട്ടത്തിൽ മാർഗരറ്റ് എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടല്ലോ, മേയോ ക്ലിനിക്കിൽ നിന്ന് 3 മാസം പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ വിട്ടേക്കുവാണല്ലോ. മാർഗരറ്റ്, നിനക്ക് ലിവർ ക്യാൻസർ ആണ്, യു ഹാവ് ഗോട്ട് സ്റ്റേജ് 4 ക്യാൻസർ. കർത്താവ് നിന്നെ സൗഖ്യമാക്കും. അയ്യോ, ഞാൻ വീണ്ടും ഒരു കാര്യങ്ങൾ, 12 വർഷം അവിഹിത ഒരു ബന്ധത്തിൽ നീ അകപ്പെട്ടു, നിന്റെ ശരീരത്തെ കവർന്നു നിന്നതുപോലെ നിന്റെ പ്രാണനെയും അത് കവർന്നു നിന്നു എന്നുള്ള ഹൃദയത്തിന്റെ രഹസ്യം. നീ മാനസാന്തരപ്പെട്ടാൽ, നീ ദൈവസന്നിധിയിൽ താന്നാൽ, ദൈവം നിന്നെ ക്ഷമിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ. ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ, രോഗത്തിൻ്റെ വിവരങ്ങളെ, ഏത് സ്തോത്രം സ്ഥലത്തു നിന്ന് വരുന്നു, ഏത് പട്ടണത്തിൽ നിന്ന് വരുന്നു, അവിടെ എവിടെയാണ് താമസിക്കുന്നത്, എന്ത് സംഭവിച്ചു, സ്തോത്രം ഹല്ലേലൂയ. ഹി ഹാഡ് എ സീർ അനോയിന്റിംഗ്. ദർശനങ്ങളിലൂടെ ദൈവം തന്നോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. അതിശക്തമായി സ്തോത്രം ദൈവം ഈ മനുഷ്യനെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. ഡിവൈൻ ഹീലിംഗ് മിറക്കിൾ മിനിസ്ട്രി, പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും വലിയ ഒരു ദൈവിക ഉണർവ് ഭൂമിയിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അനേകരെ വില്യം ബ്രാൻഹാം തൻ്റെ ജീവിതം സ്വാധീനിക്കുവാൻ ഇടയായിത്തീർന്നു. അതിലേറ്റവും പ്രഗത്ഭരായ വ്യക്തികളാണ് ടി.എൽ. ഓസ്ബോൺ ആൻഡ് ഡെയ്സി ഓസ്ബോൺ. 18-19 അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ സുവിശേഷം പറയാൻ വന്ന് സ്വന്തം കുറേ സമയം ഇവിടെ സുവിശേഷം പറയാൻ നോക്കിയിട്ടും അവർക്ക് വേണ്ടിയ രീതിയിൽ സുവിശേഷം പറയും ആൾക്കാരെ നേടുവാൻ കഴിയാത്തത് കൊണ്ട് വളരെ വിഷമിച്ച് വേദനിച്ച് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയപ്പോൾ വില്യം ബ്രാൻഹാമിന്റെ ഒരു ശുശ്രൂഷ തങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നു. അതിന്റെ മധ്യത്തിൽ ടി.എൽ.നെയും ഡെയ്സിയെയും ദൈവം സ്വന്തം സ്പർശിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ലോക രാജ്യങ്ങളിൽ they became healing evangelists, massive crusades all over the world. അത് ചെയ്യും കർത്താവ് ഈ 2 പ്രിയപ്പെട്ടവരെ ടി.എൽ. ആൻഡ് ഡെയ്സി ഓസ്ബോൺ. ഹല്ലേലൂയ, ആമേൻ. മെർലിൻ ഹെക്കി എന്ന് പറഞ്ഞ ഒരു സഹോദരി, ലോക പ്രശസ്തയായ ഒരു ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റ്, വാസ് ഇംപാക്റ്റഡ്. 26-ാമത്തെ വയസ്സിൽ തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് അങ്ങനെയുള്ള അസുഖം, രോഗാസുഖം. ബ്രാൻഹാമിന്റെ മീറ്റിംഗിൽ പോയി സ്തോത്രം തൻ്റെ മേൽ ദൈവിക സൗഖ്യം. ഡോക്ടേഴ്സ് പറഞ്ഞു നോ 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 വേ. സ്തോത്രം ഹല്ലേലൂയ. മെർലിൻ ഹെക്കിയെ ദൈവം തൊട്ടു, സ്പർശിച്ചു. തനിക്കൊരു കുഞ്ഞ് സാറ ജനിച്ചു എന്ന് മാത്രമല്ല, മെർലിൻ ഹെക്കി അസാധാരണമായ ദൈവത്തിന്റെ സൗഖ്യത്തിന് ശുശ്രൂഷയായി മാറി. ഭാരതത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന D.G.S. ദിനകരൻ, തനിക്ക് വില്യം ബ്രാൻഹാമിനെ അറിയില്ല. തന്റെ കഥകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. സ്വന്തം താൻ ആത്മാവിൽ എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഒരു പ്രാവശ്യം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ യേശു തന്നോട് വന്ന് സംസാരിച്ചു. അതിന്റെ മധ്യത്തിൽ വില്യം ബ്രാൻഹാമിനെ യേശു കൊണ്ടുവരികയാണ്, തന്നെ പരിചയപ്പെടുത്തുകയാണ്. യേശു പറയുകയാണ്, നിന്റെ മേൽ വെളിപ്പെട്ട, നീ ശുശ്രൂഷിച്ച ആ ശുശ്രൂഷകൾ അത് പയനിയർ ചെയ്ത ഒരു മനുഷ്യരെ പരിചയപ്പെടുത്താം, നീ ഒന്ന് സംസാരിക്കുക എന്ന് D.G.S. ദിനകരനെ സ്വർഗത്തിൽ ഈ മനുഷ്യനുമായ ഒരു കൂടിക്കാഴ്ചയാണ്. അത് കഴിഞ്ഞ് താൻ ഭൂമിയിൽ വന്ന്, അങ്ങനെയാണ് സ്തോത്രം ഇന്ത്യയിൽ വില്യം ബ്രാൻഹാം വന്നിട്ടുണ്ടായിരുന്നു. മുംബൈയിൽ സ്തോത്രം തന്നെ കുറിച്ച് താൻ മനസ്സിലാക്കുകയും തൻ്റെ ശുശ്രൂഷകളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഡോൺ ഗോസറ്റ് എന്ന് നിരവധി ദേവദാസന്മാരെ, F.F. ബോസ്വർത്ത്, ഗോർഡൻ ലിൻസേ, അനേകരെ ആ 2 കരങ്ങൾ നമുക്കൊന്ന് ഉയർത്താം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദൈവം പകരുക. തിരുവചനത്തിൽ നിന്നും സഭാചരിത്രത്തിൽ നിന്നും നാം കേൾക്കുന്ന ഈ അക്കൗണ്ടുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അത് ഒതുങ്ങിയില്ല. 28-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഭൂമിയിൽ ഒതുങ്ങിയില്ല. God is still at work. തന്നെ സ്വീകരിക്കുന്നവർക്ക്, തനിക്ക് വേണ്ടി ഹൃദയത്തെ തുറക്കുന്നവരെ ദൈവം 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 വീണ്ടും വീണ്ടും തൻ്റെ ആത്മാവിനെ അയച്ച്, തൻ്റെ ആത്മാവിനെ പകർന്ന് ദൈവം സന്ദർശിക്കുന്നു. ഹല്ലേലൂയ. So these are times of visitations, times
the mighty outpouring of the Holy Spirit. സകലത്തെയും ഒരു വർദ്ധനവിലേക്ക്, സകലത്തെയും സ്തോത്രം ഒരു ഉയർച്ചയിലേക്ക്, വർദ്ധനവിലേക്ക്, മഹത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തന്നെ ആത്മാവിനെ പകരുക. ആഖരങ്ങളെയൊക്കെ ഒന്ന് വീശി ഹല്ലേലൂയ അല്പസമയം നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു. We hear your voice, oh God. We hear your voice. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു. ഞങ്ങളെ തന്നെ സ്തോത്രം തുറക്കുന്നു. കർത്താവേ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ, പൂർണ്ണതയോടെ തന്നെ മഹത്വത്തിൽ സ്ഥാപിതമാകുവാൻ കർത്താവേ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു. We bless you. We thank you. We thank you. We thank you. We thank you.